വാൽമീകി രാമായണം അനുസരിച്ച് ഹംസങ്ങളുടെ ചിത്രം ആലേഖനം ചെയ്ത സുവർണ നിറത്തിലുള്ള പട്ടുവസ്ത്രവും രക്തവർണ്ണമുള്ള ഉത്തരീയവുമാണ് സീതാദേവി വിവാഹ സമയത്ത് ധരിച്ചിരുന്നത്. സീതാദേവിയുടെ വളർത്തച്ഛനായ ജനക മഹാരാജാവ് യുദ്ധത്തിൽ വധിച്ച സുധന്വാൻ എന്ന രാജാവിന്റെ സാംഖ്യാശ പട്ടണത്തിൽ തന്റെ അനുജനായ കുശധ്വജനെ ജനകൻ വാഴിക്കുന്നു. ആ കുശധ്വജന്റെ മക്കളാണ് മാണ്ഡവിയും ശ്രുതകീർത്തിയും. സീതാദേവിക്കും ഊർമിളയ്ക്കും ഒപ്പം ശ്രുതകീർത്തിയും മാണ്ഡവിയും ഉണ്ടായിരുന്നു. വിശ്വാമിത്രന്റെ അഭിപ്രായമാണ് ഇവരെ 4 പേരെയും ദശരഥന്റെ പുത്രന്മാരായ 4 കുമാരന്മാർക്കായി വിവാഹം ചെയ്തു നൽകുക എന്നുള്ളത്. ജനകന് സന്തോഷമായിരുന്നു. സർവശ്രേഷ്ഠമായ അയോധ്യ നഗരിയിലേക്ക് കോസല രാജകുമാരന്മാർക്ക് തന്റെ പുത്രിമാരെ വിവാഹം ചെയ്തയക്കാൻ ജനക മഹാരാജാവിന് വളരെയധികം സന്തോഷമായി. അങ്ങനെ ഉത്രൻ നക്ഷത്രത്തിൽ തന്റെ 4 പുത്രിമാരെയും ദശരഥന്റെ 4 പുത്രന്മാർക്ക് വേണ്ടി അദ്ദേഹം വിവാഹം ചെയ്തു നൽകുകയാണ്. സാക്ഷാൽ മഹാലക്ഷ്മിയായി വിളങ്ങിയിരുന്ന സീതാദേവിയെ ശ്രീരാമൻ മണ്ഡപത്തിൽ വെച്ച് പാണിഗ്രഹണം ചെയ്യുന്നു. തുടർന്ന് ലക്ഷ്മണൻ ഊർമിളയെയും ഭരതൻ മാണ്ഡവിയെയും ശത്രുഘ്നൻ ശ്രുതകീർത്തിയെ വിവാഹം ചെയ്യുന്നു. അങ്ങനെ മിഥിലയിലെ 4 കുമാരിമാരെ അയോധ്യയിലെ 4 കുമാരന്മാർ വിവാഹം ചെയ്യുകയാണ്.